ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്യാരറ്റ് തോരനാണ്. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഈ ഒരു ചട്ടിയിലാണ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലെങ്ങാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേസമയം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയൊന്ന് ചൂടാവുകയേ വേണ്ടൂ. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഈ ഒരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ക്യാരറ്റ് തോരൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.